വെറും 32 വയസ്സിനുള്ളിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ മനുഷ്യൻ, സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധേയനായ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ. ഒടുവിൽ ഒരു ഭ്രാന്തനെ പോലെയുള്ള ചേഷ്ടകളോടെ അയാൾ മരണത്തിലേക്ക് നീങ്ങിയത് എന്തായിരിക്കും? ആർക്കും അറിയാത്ത അജ്ഞാതമായ കാരണങ്ങൾ ആ മരണത്തിന് പിന്നിലുണ്ടോ? ഫിറ്റ്നസ് വീഡിയോകളിലൂടെയും രസകരമായ പ്രാങ്ക് വീഡിയോകളിലൂടെയും യൂട്യൂബിൽ ദശലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ അമേരിക്കൻ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറാണ് കോണർ മർഫി. 32-കാരനായ മർഫിയെ കഴിഞ്ഞ ദിവസമാണ് തായ്ലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചാണ് ഈ യുവാവിന്റെ മരണം. തായ് പോലീസ് റിപ്പോർട്ടിൽ മർഫിയെ ഭ്രാന്തനായ അമേരിക്കക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മർഫിക്ക് സംഭവിച്ചത്? തായ്ലൻഡിലെ സമുത് പ്രകാൻ പ്രവിശ്യയിലെ ബാംഗ്ലി ജില്ലയിലുള്ള ഒരു ആഡംബര റെസിഡൻഷ്യൽ ഏരിയയിലെ തടാകത്തിലാണ് ചൊവ്വാഴ്ച മർഫിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വില്ലയ്ക്ക് സമീപമാണ് ഈ തടാകം. അതിന്റെ കരയിൽ നിന്നും 20 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മുങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മരണത്തിന് പിന്നിലെ മറ്റ് കാരണങ്ങളെക്കുറിച്ച് തായ് പോലീസ് അധികൃതർ അന്വേഷണം നടത്തിവരികയാണ്. ഒരു വിദേശ പൗരൻ വില്ലയ്ക്കുള്ളിൽ അസ്വാഭാവികമായി പെരുമാറുന്നുവെന്ന് മറ്റു താമസക്കാർ നൽകിയ വിവരത്തെ തുടർന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ തായ് പോലീസ് സ്ഥലത്തെത്തുന്നത്. മർഫി താൻ വാടകയ്ക്കെടുത്തിരുന്ന ആഡംബര വീടിന്റെ ഫർണിച്ചറുകളിലും ഉപകരണങ്ങളിലും പെയിന്റ് ഒഴിച്ച് പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. കറുപ്പും മഞ്ഞയും നിറത്തിലുള്ള പെയിന്റാണ് ചുമരുകളടക്കം ഒഴിച്ചിരുന്നത്. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് റോഡിലൂടെ ഓടുകയും കാറുകൾക്ക് നേരെ ആക്രോശിക്കുകയും റോഡിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ആംഗ്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്ത മർഫിയുടെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. വഴിപോക്കർക്ക് പണം നൽകാനും ഇയാൾ ശ്രമിച്ചിരുന്നു. സ്ഥലവാസിയായ ഒരാൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ തടാകത്തിലേക്കോടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മർഫി ഒരു മാനസിക രോഗിയെപ്പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹം ക്ഷീണിതനാകുന്നതിന് മുമ്പ് തടാകത്തിന്റെ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് നീന്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മർഫിയെപ്പോലെ ആരോഗ്യവാനായ ഒരാൾ ഇത്തരത്തിൽ അസ്വാഭാവികമായി പെരുമാറിയത് എന്തുകൊണ്ടാകും? ചിലർ പറയും പോലെ അമിതമായ ലഹരിമരുന്ന് ഉപയോഗമാണോ അതിന് കാരണം? ടാക്സിയിൽ സ്ഥലത്തെത്തിയ മർഫി ഡ്രൈവർക്ക് വലിയ തുക ടിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും അസാധാരണ പെരുമാറ്റ ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അത് നിരസിക്കുകയായിരുന്നു. ഒരാൾ ബഹളമുണ്ടാക്കുന്ന വിവരമറിഞ്ഞ് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയതോടെ കോണർ വില്ലയ്ക്ക് സമീപമുള്ള തടാകത്തിനടുത്തേക്ക് മർഫി ഓടി മറഞ്ഞു. ഏകദേശം 10 മീറ്ററോളം ആഴമുള്ള തടാകത്തിൽ നീന്താൻ ശ്രമിച്ചെങ്കിലും കുറച്ചു സമയത്തിനകം ക്ഷീണിതനായി താഴ്ന്നുപോയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തടാകത്തിന്റെ ആഴക്കൂടുതൽ കാരണം അവിടെ ഉണ്ടായിരുന്നവർക്ക് രക്ഷാപ്രവർത്തനം നടത്താനായില്ല. തുടർന്ന് പോലീസും റെസ്ക്യൂ ഡൈവർമാരും നടത്തി 30 മിനിറ്റ് നീണ്ട തെരച്ചിലൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. മറ്റൊരു ഫിറ്റ്നസ് ക്രിയേറ്ററായ ടോണി ഹ്യൂജ് ആണ് ആദ്യം മർഫിയുടെ മരണവാർത്ത പങ്കുവച്ചത്. ലോകമെമ്പാടുമുള്ള മർഫിയുടെ ആരാധകരെ അകാലത്തുള്ള വിയോഗം ഞെട്ടിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ ഉപയോഗിക്കാത്ത സിറിഞ്ചുകളും ഒരു ബാഗിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഗുളികകളും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ മർഫി ലഹരിമരുന്നുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് 22-കാരിയായ കാമുകിയുടെ മൊഴി. 3 വർഷമായി ഇവർ അടുപ്പത്തിലാണ്. ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കാരണം ഇടയ്ക്ക് വേർപിരിഞ്ഞ് താമസിച്ച ശേഷം 3 മാസം മുമ്പ് മാത്രമാണ് വീണ്ടും ഒരുമിച്ച് താമസം പുനരാരംഭിച്ചതെന്നും യുവതി വ്യക്തമാക്കി. മർഫി വീട്ടുപകരണങ്ങൾ നശിപ്പിച്ച സമയം താൻ ഉറങ്ങുകയായിരുന്നുവെന്നാണ് കാമുകി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ശരീരത്തിൽ ആക്രമണത്തിന് ലക്ഷണങ്ങളൊന്നുമില്ല. നിലത്ത് കിടന്നുരുണ്ടതാണ് ശരീരത്തിലെ പരുക്കൾക്ക് കാരണമെന്നാണ് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയത്. മുങ്ങിമരണം എന്നതിനപ്പുറം സംഭവത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബോഡി ബിൽഡിംഗ്, ഫിറ്റ്നസ് പരിശീലനം തുടങ്ങിയ ഉള്ളടക്കങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഇടക്കാലത്ത് ആത്മീയതയും ധ്യാനവും ഒക്കെ കോണർ മർഫിയുടെ വീഡിയോകൾക്ക് വിഷയങ്ങളായിരുന്നു. മാനസികാരോഗ്യപരമായ പ്രശ്നങ്ങൾ മർഫി നേരിടുന്നുണ്ടോ എന്ന് ഇക്കാലത്ത് ആരാധകർ സംശയം പ്രകടിപ്പിക്കുകയുമുണ്ടായി. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി 2 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മർഫിക്കുള്ളത്. മർഫിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ ആരാധകർ. തായ് പോലീസിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരും. മർഫിയുടെ മരണത്തിൽ കുടുംബാംഗങ്ങളോ പ്രതിനിധികളോ ഇതുവരെ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല. ചിലർ പറയും പോലെ അമിത ലഹരിമരുന്ന് ഉപയോഗമാണ് മരണത്തിലേക്ക് നയിച്ച കാരണമെങ്കിൽ സെലിബ്രിറ്റി പട്ടികയിലുള്ളവർ പോലും നേരിടുന്ന വലിയ വിപത്തിന്റെ സൂചനയാകും അത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.